ഹായ്, ജീൻ പോൾ ലാലിൻ്റെ സംവിധാനത്തിൽ ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മലയാളം കോമഡി ഡ്രാമ സിനിമയായിരുന്നു നടികർ എന്നുള്ളത്. സിനിമയ്ക്കുള്ളിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ ടോവിനോ, സൗബിൻ, ബാലു വർഗീസ്, അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, ഭാവനയൊക്കെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് എന്നുള്ളത് ഡേവിഡ് പടിക്കൽ എന്നുള്ളതാണ്. സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല, കാരണം അദ്ദേഹം ഒരു ആക്ടറാണ്, ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നല്ല സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ 8 നിലയിൽ പൊട്ടുന്ന ഒരവസ്ഥയായി. പിന്നീട് അദ്ദേഹം ആ ഒരു സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ മൊത്തത്തിൽ പങ്കുവയ്ക്കുന്നത്. ചിത്രം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ കഥാപരമായിട്ട് നോക്കി കാണുമ്പോഴത്തേക്കും ഒന്നുമില്ല. ഓക്കെ, കഥയായിട്ട് പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ കരിയർ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന കുറച്ച് ശ്രമങ്ങൾ, അതിനുള്ളിൽ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. എങ്കിലും ആ ഒരു കഥ അത്തരത്തിലുള്ള മുഷിപ്പാണെങ്കിലും നമുക്ക് അത്യാവശ്യം എൻഗേജിങ് ആയി ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒന്ന് എന്നുള്ളത് അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും, 2 സിനിമയുടെ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള മേക്കിങ്ങും എന്നുള്ള ഒരു കാര്യമാണ്. ആദ്യമേ പ്രകടനത്തിൻ്റെ കാര്യമാണ് പറയേണ്ടത്. ഇപ്പോൾ ടൊവിനോയുടെ പ്രകടനമാകട്ടെ, അതുപോലെ സുരേഷ് കൃഷ്ണയുടെ പ്രകടനമാകട്ടെ, അതുപോലെ തന്നെ സൗബിൻ്റെ പ്രകടനമാകട്ടെ, ഇവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രകടനത്തിലൂടെ ഒരുപാടിടങ്ങളിൽ പ്രേക്ഷകർക്ക് ചിരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അതാണ് സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വശം. കൂടാതെ നിങ്ങളൊരു കട്ട ടൊവിനോ ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മികച്ച ആക്ടിംഗ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമയെ സമീപിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. കൂടാതെ ടൊവിനോയുടെ കൂട്ടത്തിൽ കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അത് ടൊവിനോ അതുപോലെ സുരേഷ് കൃഷ്ണ ഇവരുടെയൊക്കെ കോമ്പിനേഷനിൽ കുറേ ഹ്യൂമറൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു, നല്ല നീറ്റായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തു. സോ നമുക്ക് ചിരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, സിനിമയ്ക്കുള്ളിൽ നല്ല ഒരു മുതൽ മുടക്ക് എന്തായാലും മുടക്കിയിട്ടുണ്ട്. കാരണം റിച്ചസ്റ്റ് മേക്കിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇപ്പം ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ളത് ആൽബി ആൻ്റണിയാണ്. മികച്ച രീതിയിലുള്ള വിഷ്വൽസാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രതീഷ് റോയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ഞാൻ നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്തു. ആ വിചാരിച്ചത്രയൊന്നും വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും അത്യാവശ്യം മ്യൂസിക്കും BGMസും ഒക്കെ തന്നെ ഓക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. നമ്മളിപ്പോൾ ഒരു 100, 130, 140, 50 ഒക്കെ കൊടുത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് എന്താണ്? ഒരു മികച്ച സംവിധാനവും അതുപോലെ മികച്ചൊരു കഥയും തന്നെയാണ് എപ്പോഴും വേണ്ടത്. കൂടാതെ മികച്ച പ്രകടനങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമയ്ക്കുള്ളിൽ ഒരു പ്രധാന ഒരു ഘടകം എന്നുള്ളത് സിനിമയുടെ സ്റ്റോറി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. യാതൊന്നും ഇല്ല, അത് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ അങ്ങോട്ട് ഇമോഷണലി കണക്റ്റ് ആക്കുന്ന രീതിയിലുള്ള സംഭവമൊന്നും കഥാപരമായിട്ട് ഈ ചിത്രത്തിനുള്ളിൽ കാണില്ല. എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ടൊവിനോയുടെ പ്രകടനമൊക്കെ നിങ്ങൾക്ക് മതി, മികച്ച പ്രകടനമൊക്കെ മതി, പിന്നെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള മേക്കിംഗ് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആവറേജിന് താഴെയുള്ള എക്സ്പീരിയൻസ് മാത്രം നൽകിയ ഒരു സിനിമയാണ്. സോ ഒരു 6 out of 10 ആണ് നൽകുന്നത്. മാക്സിമം ഒരു 6 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമ. പിന്നെ ഫാമിലിയായിട്ടൊന്നും ആലോചിക്കേണ്ട കേട്ടോ. കാരണം ഇത് ഫാമിലിക്കൊന്നും പറ്റിയ പടമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയൊക്കെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ ഇടിച്ചു കൊല്ലും. ഫാമിലിക്കൊന്നും യാതൊരു വിധത്തിലും ഈ സിനിമയൊന്നും കണക്റ്റ് ആകില്ല. നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു സിനിമയേ ഉള്ളൂ. ഓക്കെ, അതായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്. ബൈ.